അപ്പം നമസ്കാരം. നമ്മളുടെ സ്ഥലങ്ങളൊക്കെ കണ്ടല്ലോ. എന്തൊക്കെ ഇവന്മാരുടെ ഷോർട്ട് ഫിലിം വന്നിട്ട് ഇപ്പൊ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് മാറ്റിയെന്നൊരു ചിന്ത വരുന്നുണ്ടാവും. പക്ഷെ ഇത് ഷോർട്ട് ഫിലിം അല്ല. അപ്പോൾ ഞങ്ങൾ ഈ ചെറിയ ബ്രേക്കുകളൊക്കെ വരുന്നുണ്ട്. കാരണം ഞങ്ങളുടെ മെമ്പേഴ്സ് പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്ക്രിപ്റ്റ് റെഡി ആയിട്ട് ഓരോരുത്തരുടെ സമയം അനുസരിച്ച് എത്തുന്ന സമയത്താണ് നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ സെക്കൻഡ് പാർട്ട് അധികം വൈകാതെ തന്നെ റിലീസാവും. അപ്പോൾ ഒന്ന് നമ്മളുടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഒരു വ്ളോഗ് പോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് വ്ളോഗ് രൂപത്തിലുള്ള കുറച്ച് നമ്മുടെ കാര്യങ്ങൾ എല്ലാം കൂടിയിട്ടൊന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതെ, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? ഉണ്ടോ? തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ. എവിടെയായിരിക്കും സ്ഥലം? വേറെ എവിടെയല്ല, വാൽപ്പാറ. സോ നമുക്ക് വാൽപ്പാറ എക്സ്പ്ലോർ ചെയ്യാം. അതെ. ഇറങ്ങാൻ പോവാണ്. സമയം ഇപ്പോൾ കറക്റ്റ് 4:20. അപ്പോൾ എല്ലാവരും റെഡിയാണ് എന്ന് തോന്നുന്നു. നമുക്ക് പതുക്കെ ഇറങ്ങാം. ഇവിടെ എല്ലാവരും വീട്ടിലെല്ലാവരും ഉറക്കം എണീറ്റിട്ട് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാർട്ട്ണർ എത്തി. ആളിതാ ലഗേജ് അവിടെ വെച്ച് ആളെ നമ്മുടെ വീട്ടിൽ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ കയറിയിട്ടുണ്ട്. ഹായ്. അപ്പം നമ്മൾ പോവാണ്. അടുത്ത ആളെ നമുക്ക് പിക്ക് ചെയ്യാം. ഞങ്ങളിപ്പോൾ 2 പേരായി. 2 പേരും കൂടി ഉണ്ട് ഈ യാത്രയിൽ. ഒരാൾ ഇവിടെ തന്നെ, മറ്റൊരാൾ കുറച്ച് ദൂരം. അതാ വിളിക്കുന്നുണ്ട്. ഓക്കെ, പോയി നോക്കാം. ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിക്ക്. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത മെമ്പർ ഇതാ വന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ആളിതാ ലഗേജൊക്കെ വെച്ച്. എന്താ സഞ്ജു, ഉഷാറല്ലേ? ഫുൾ പവർ. അത് മതി. ധാരാളം ഫുൾ ഓൺ ആയിട്ടിരിക്കുന്നുണ്ട്. മെയിൻ ഒരു പവർ വരുത്താനുള്ള ഒരാള് നമ്മൾക്ക് കയറ്റാനുണ്ട്. നോ പ്രോബ്ലം. ഹായ് പറഞ്ഞു. ഹായ്, ഗുഡ് മോർണിംഗ്. എന്നാ പോവാം. അപ്പോൾ അടുത്ത മെമ്പർ എത്തിയിരിക്കുകയാണ്. മെമ്പർ ഇത് ലഗേജ് വെച്ചിട്ടുണ്ട്. കയറും. ഇതാണ് മിസ്റ്റർ വിപിൻ. മാസ്ക് വെച്ച് പോകാൻ കാണിച്ചു കൊടുക്കുന്നു. ഇതാണ് മിസ്റ്റർ വിപിൻ. ഹായ്. പോലെ നമ്മളെ ഇന്നത്തെ റൂട്ട് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടുന്ന് ഇതിപ്പോൾ പെരുമ്പിലാലാണ് നിൽക്കുന്നത്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നു. ജസ്റ്റ് ഇവിടുന്ന് നമ്മൾ തൃശ്ശൂർ വഴി ആതിരപ്പള്ളി കയറി വാഴച്ചാൽ കയറി അങ്ങനെ മലക്കപ്പാറ പോയി അവിടെ നിന്ന് താഴോട്ട് വാൽപ്പാറ വഴി താഴെ ആളിയാർ ഡാം വഴി താഴെ ഇറങ്ങി അവിടെ നിന്ന് മറയൂരിലേക്ക് പോകാനുള്ള വഴി, ഉടുമ്പൽപേട്ട് വഴി മറയൂർ, ചിന്നാർ, മുന്നാർ അങ്ങനെ പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. എന്നിട്ട് പറ്റുവാണെങ്കിൽ കൊളുക്കുമലയിൽ സൂര്യോദയം കണ്ട് വട്ടവട എല്ലാം കറങ്ങി തിരിച്ചു വരണമെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ എന്തൊക്കെ വർക്കൗട്ട് ആവുമെന്ന് കണ്ടറിയാം. കാരണം കോവിഡിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ചെക്ക് പോസ്റ്റും ചെക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഞങ്ങളിപ്പോൾ ഒരു തമിഴ്നാട് ഈ പാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കാണിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്താ വിഷയമൊന്നും അറിയില്ല. എന്തായാലും നോക്കാം, നമുക്ക് വഴിയെ കാണാം.
അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ അതിരപ്പള്ളി വാഴച്ചാൽ റോഡിലാണുള്ളത്. നേരെ പോകുന്ന ഈ റോഡ് നേരെ എത്തുന്നത് അതിരപ്പള്ളിയാണ്. അത് കഴിഞ്ഞ് വാഴച്ചാൽ വരും, പിന്നെ മലക്കപ്പാറ, അങ്ങനെ അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഇത് ഫോറസ്റ്റ് ഏരിയയിലേക്ക് ജസ്റ്റ് കടന്നു കഴിഞ്ഞു. നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോൾ ഞങ്ങളൊന്ന് വണ്ടി നിർത്തിയാണ്. എല്ലാ യാത്രയിലുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ നമ്മൾ ഒപ്പിയെടുക്കാം, ആസ്വദിക്കും. മാക്സിമം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങല്ലേ? അപ്പോൾ എന്നാൽ പോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി ജില്ലാ പഞ്ചായത്തിലെ ചിക്ലായി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ അടുത്താണ്. അടുത്ത് തന്നെയാണ് പുഴയും വലിയൊരു പാം ഫാമും ഉള്ളത്. നമ്മുടെ പാം ഓയിൽ ഉണ്ടാക്കുന്ന പാമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ കുരുകൾ ഉപയോഗിച്ചാണ് നമ്മൾ പാം ഓയിൽ ഉണ്ടാക്കുന്നത്. പാം ഓയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും വേസ്റ്റ് ആയിട്ടില്ല, പ്യൂർ അല്ലല്ലോ സാധനം. അല്ല, കുരുവിൽ നിന്ന് തന്നെ. പക്ഷേ ഇപ്പോൾ കിട്ടുന്നതിൽ നല്ല ഓയിലാണ്. നല്ല ഓയിലാണ്. എന്താ കാരണം അറിയും, മറ്റേത് മുഴുവൻ കെമിക്കലായതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന നല്ല ഓയിലാണ് പാം ഓയിൽ. ഇവിടെ അതിലും മായുണ്ട്, എഴുതാതെ മാത്രം. ഒരു ചെടി ഒന്ന് ജസ്റ്റ് നമ്മളിവിടെ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഒന്ന് വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് ഇറങ്ങിയില്ല. ഞങ്ങൾ ഇവിടെ നിന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ നോക്കിയാണ്. അപ്പോഴത്തേക്കും ഒരുപാട് ആളിവിടെ കൂടി. അത് ഞങ്ങൾ മാസ്കൊക്കെ ഇട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി പോകാമെന്ന് വെച്ചു. കാരണം ഇവിടെ മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട്, പുഴയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് പോലീസിൻ്റെ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്നത് ശരിയല്ലല്ലോ, നമുക്ക് തിരിച്ചു പോയേക്കാം അല്ലേ? അതിരപ്പള്ളി കാണാൻ വേണ്ടി വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്, തൃശ്ശൂർ ഭാഗത്തു നിന്നും വരുന്നവർ ചാലക്കുടിയിൽ നിന്നും ലെഫ്റ്റിലേക്ക് തിരിയണം. ചാലക്കുടി ടൗൺ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റിലേക്കുള്ള വഴിയിൽ തിരിയണം. അതുപോലെ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഏഴാറ്റുമുഖത്ത് നിന്ന് തിരിയാം, അല്ലെങ്കിൽ ഇതുപോലെ ചാലക്കുടി വന്നിട്ട് തിരിയാം. ചാലക്കുടിയിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ ഉണ്ട് ഇവിടെ അതിരപ്പള്ളിയിലേക്ക്, അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ സ്പോട്ടിലേക്ക്. അതിന് മുന്നേ ആയിട്ട് ഒരു തുമ്പൂർ മൊഴി എന്ന് പറഞ്ഞിട്ട് വേറൊരു വാട്ടർഫോൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വാട്ടർഫോൾ അല്ല, അത് ബേസിക്കലി ഒരു ചെക്ക് ഡാമാണ്. അവിടെ ഒരു ഗാർഡനും സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കുറച്ചൊരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആണത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ടാക്സി വാഹനമായിട്ടാണ് വരുന്നതെങ്കിൽ, നിങ്ങൾ മലക്കപ്പാറയിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാൽപ്പാറ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ചാലക്കുടിയിൽ ഒരു ടൂറിസം ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട്, ഒരു RTOൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് പെർമിഷൻ എടുത്ത് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ. അല്ലെങ്കിൽ ഇവിടുന്ന് തിരിച്ച് പറഞ്ഞു വിടും. ഇവിടുന്നല്ല, മലക്കപ്പാറയിൽ നിന്ന് തിരിച്ച് പറഞ്ഞു വിടും. അത് നമുക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഇത്രയും വഴി തിരിച്ചിറങ്ങി വരേണ്ടി വരും. നമുക്ക് കാണാനും സാധിക്കില്ല, വാൽപ്പാറയുടെ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. മലക്കപ്പാറയിൽ നിന്ന് തന്നെ അവർ തിരിച്ചു വിടും. കേരള പോലീസിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ, തമിഴ്നാട് പോലീസിൻ്റെ ഉണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ അതിരപ്പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ കണ്ടീഷൻ എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വലിയ മോശമൊന്നുമില്ല, നല്ല റബ്ബറൈസ്ഡ് റോഡാണ്. അപ്രോച്ച് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ കാരണം വല്ലാണ്ട് ടൂറിസ്റ്റിൻ്റെ തിരക്കുമില്ല. നല്ലൊരു കാം ആൻഡ് ക്വയറ്റാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഞങ്ങളൊക്കെ ഇപ്പോഴാണ് പണ്ടൊക്കെ സ്കൂളിൽ നിന്നുള്ള ഒരു പിക്നിക് അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുള്ള ഒരു ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിരപ്പള്ളി വാഴച്ചാലാണ്. അതുപോലെ തന്നെ എന്റെ മറ്റേ വീഗാലാൻഡ്, ഇതൊക്കെ ഭയങ്കര ഹെവി ടൂറുകളാണ്. അതെ, മെയിനായിട്ട് ഈ ഡ്രീം വേൾഡ്, സിൽവർ സ്റ്റോം. അതെ, പിന്നെ അടുത്ത കൊല്ലം മാറ്റം വരും, സിൽവർ സ്റ്റോം, ഡ്രീം വേൾഡ്. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ എക്സ്പെൻസ് വളരെ കമ്മിയായിരുന്നു കേട്ടോ. പിന്നെ എത്ര 150 രൂപ 200 രൂപയൊക്കെയാണ് ഒരു കുട്ടികളുടെ കയ്യിൽ നിന്ന് വന്നിരുന്നത്. അതെ, ഇപ്പോഴാണ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകാൻ തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ആ ഒരു പ്രായത്തിലൊക്കെ നമ്മളൊരു അതിരപ്പള്ളി വാഴച്ചാല് ഒരു ട്രിപ്പ് പോയി വരിക, കൂട്ടത്തിലൊരു മറ്റേ സിനിമ ഉണ്ടായിരിക്കും, ഒരു സെക്കൻഡ് ഷോന്റെ ഒരു സിനിമ ഉണ്ടായിരിക്കും. ഇത് രണ്ടും കൂടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നമുക്കൊരു ഇപ്പോഴത്തെ കണ്ടീഷനിലേക്ക് വെച്ച് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചു വളരെ വേറെ ലെവലിൽ. ഇപ്പോഴാണ് ഇത്രയും ട്രിപ്പുകൾ പോകാൻ തുടങ്ങിയതും നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടാൻ തുടങ്ങിയത്. ബ്ലോഗർമാരും മറ്റുള്ളവരും നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ തന്നെ ഇപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചു. ഒന്ന്
വ്ളോഗ് ചെയ്യാന്ന് പറയാനില്ല, ഞങ്ങൾ ചെറിയ ശ്രമം അതെ ഒന്ന് നടത്താൻ തീരുമാനിച്ച് ഇറങ്ങിയത്. എന്താവും കണ്ടറിയാം. അതെ, നമ്മൾ പിച്ച് വെച്ച് തുടക്കണല്ലേ ഉള്ളൂ. ഏട്ടന്റെ പ്രായത്തിലെത്തുമ്പോ നമ്മൾ ഓസ്കാർ മേടിക്കും. ഇവിടുന്ന് പാസ് എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പാസ് എന്തെങ്കിലും കൊടുക്കണം ഇവിടുന്ന്? പാസ് വാഴിച്ചാല് കിട്ടും. അവരോട് ചെക്ക് പോസ്റ്റിൽ കുറച്ചുണ്ട്. ഇവിടെ തുറക്കുമ്പോൾ 8-8 ആവും. ഇവിടുന്ന് എടുക്കാം, അവിടെ എടുക്കാം. താങ്ക്സ്. ഓക്കെ ഗൈസ്, അതിരപ്പള്ളി എത്തുന്നതിന് മുമ്പുള്ള ഫസ്റ്റത്തെ ഒരു ചെക്ക് പോസ്റ്റ് പോലത്തെ ഒരു സംഭവമാണ്. എന്താന്ന് പറയുന്നത്? ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിനാണ്. അപ്പൊ ഇവിടുന്ന് നമ്മള് പാസിന്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ചതാണ്, നമുക്ക് ബോർഡർ പാസ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പം പുള്ളിക്കാരനെ അറിയില്ല, നമുക്ക് അവിടെ പോയി ചെന്ന് ചോദിക്കാനാ പറയുന്നത്. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ 8:30 ശേഷം തുറക്കും. ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയതാണ്. ഒരു സൂപ്പർ ഒരു വ്യൂ കാണിച്ചത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ. ഇതിന് അതുണ്ടായിരിക്കും, ഗോപ്രായതുണ്ട്. നമുക്ക് അതിൻ്റെ വിഷ്വൽസ് വേറെ ഒന്നും എടുക്കാം. കുറച്ചും കൂടെ സൂം ചെയ്തിട്ട് നല്ലൊരു വിഷ്വൽ കിട്ടും, നോക്കാം. നമ്മളിപ്പോൾ കാണുന്നതാണ് അതിരപ്പള്ളി വാട്ടർഫോൾസ്. വളരെ ഫേമസ് ആണ്, ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന ചാലക്കുടി പുഴയുടെ ഒരു ഭാഗമാണിത്. ഏകദേശം ഒരു 80 ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഇതിന്, ഈ ഫോൾസിന്. ഇവിടുന്ന് കാണുമ്പോൾ അത്രയും തോന്നില്ലെങ്കിൽ അടുത്ത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭീകരമായിട്ടുള്ള വെള്ളച്ചാട്ടം നമ്മുടെ പ്രദേശത്ത് കിട്ടാവുന്നതിൽ നല്ലൊരു കാഴ്ചയാണ്. പിന്നെ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ഏകദേശം നിറഞ്ഞൊഴുകും. ഈ ചാലക്കുടി പുഴയുടെ മനോഹാരിത മൊത്തം നമുക്ക് കിട്ടും. നിറഞ്ഞൊഴുകുന്നൊരു സമയമായിരിക്കും മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ആളിയാർ വഴിയാണ് ഇത് നമുക്ക് കിട്ടുന്നത്. ആളിയാർ വഴി അങ്ങനെ കറങ്ങി വന്ന് നമ്മുടെ ചാലക്കുടി പുഴയിൽ വന്ന് പിന്നീട് അങ്ങോട്ട് അറബിക്കടലിലേക്ക് ചേരുവാണ്. നമ്മൾ കഴിഞ്ഞതിന് മുന്നത്തെ പ്രളയത്തിലൊക്കെ ഈ ഭാഗം മൊത്തം മുങ്ങിയതാണ്. വളരെ ഭീകര അന്തരീക്ഷമായിരുന്നു ഈ സൈഡിലൊക്കെ. അതെല്ലാം മാറി വീണ്ടും അതിൻ്റെ മനോഹാരിത എല്ലാം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ആൾക്കാർ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാതെ ഓപ്പൺ സ്പേസ് ബക്കറ്റിലൊക്കെ ഇട്ട് കാരണമാണ് കുരങ്ങന്മാരാണ് ഈ സ്നഗ്ഗിയും കാര്യങ്ങളും ഇവിടെ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ബാസ്ക്കറ്റ് കറക്റ്റ് കവേർഡായിട്ടുള്ളൊരു ബാസ്ക്കറ്റ് ആണെങ്കിൽ അവരത് എടുത്ത് പുറത്തേക്ക് വളർന്നിടില്ല. ഇതിപ്പോൾ ആ ബാസ്ക്കറ്റും കവറൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് ആ ബാസ്ക്കറ്റ് കാണിച്ചത്. കണ്ടോ, ബാസ്ക്കറ്റ് ഓപ്പൺ ബാസ്ക്കറ്റ്. ഇതിന്ന് കുരങ്ങന്മാരെടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ടാണ്. ഇതുണ്ടോ ബോട്ടിലടക്കം ഇവിടെ പുറത്തെത്തിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. നമ്മൾ അതിരപ്പള്ളി ഇറങ്ങണില്ല, നമ്മൾ നേരെ വാഴച്ചാൽ എത്തിയിട്ട് ചെക്ക് പോസ്റ്റ് കയറിയിട്ട് അങ്ങനെ മലക്കപ്പാറ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതെ, പ്രത്യേകിച്ച് ഇപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് മസാല ദോശ എന്ന് പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവരെ വെളി വരാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും അർജന്റായിട്ട് നമുക്ക് കഴിക്കണം. ഭക്ഷണം അതാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ നമ്മൾ വാഴച്ചാലിലാണ് നിൽക്കുന്നത്. ഈ സൈഡിൽ കാണുന്നതാണ് വാഴച്ചാൽ. ഈ വെള്ളച്ചാട്ടത്തിന് തൊട്ട് മുന്നായിട്ടുള്ള പ്രദേശമാണ് വാഴച്ചാൽ. ഇതാണ് നമുക്ക് മലക്കപ്പാറയ്ക്ക് പോകാനുള്ള റൂട്ട്. ഇത് കണ്ടൊരു ചെക്ക് പോസ്റ്റ്, ഇത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്, വനം വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നമുക്ക് നമ്മുടെ വണ്ടി ഡീറ്റെയിൽസ്, പാസഞ്ചർ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം, പേര് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ഇങ്ങനൊരു സ്ലിപ്പ് കിട്ടും, കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ഇതിനകത്ത് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ്, ഇന്നത്തെ ഡേറ്റ്, നമ്മൾ പാസ് ചെയ്യുന്ന ടൈം, കാര്യങ്ങളെല്ലാം കൊടുക്കും. ഇതിൽ കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർ. അതായത് ഒരു വനത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നുള്ള കുറേ നിർദ്ദേശങ്ങൾ, അതായത് റോഡരികിൽ പാർക്ക് ചെയ്യാൻ പാടില്ല, ബോർഡുകളെല്ലാം വായിച്ച് ചില സ്ഥലങ്ങളിൽ ഇറങ്ങാൻ പാടില്ല, അതൊക്കെ നോക്കിയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെള്ളം പ്ലാസ്റ്റിക് ബോട്ടിൽ എറിയാൻ പാടില്ല, അതുപോലെ ഹോൺ അടിക്കാൻ പാടില്ല, അങ്ങനെ മൃഗങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല, ഓവർ സ്പീഡ് പോകാൻ പാടില്ല. അതുപോലെ ഇവിടെ എക്സിറ്റ് ചെയ്യാനുള്ളൊരു ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടൈമിനകത്ത്
നമുക്ക് അടുത്ത ചെക്ക് പോസ്റ്റ്, അതായത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ ഈ സ്ലിപ്പ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം. അതാണ് അവരിവിടുന്ന് പറഞ്ഞ നിർദ്ദേശം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമുക്ക് കൂടുതലായിട്ടെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നതിൻ്റെ മുന്നേയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് ഞങ്ങൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്, ഇ പാസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഓൺലി കോവിഡ് ആയതുകൊണ്ട് മാത്രം. ബാക്കിയെല്ലാം ഇത്രയേ ഉള്ളൂ പ്രൊസീജിയേഴ്സ് പോകുന്നതിനുള്ള. അപ്പോൾ നമുക്ക് പോകാം. ചപ്പാത്തി ഉണ്ട്, വെള്ളപ്പം ഒരു 10 മിനിറ്റ് ചായ ആകുമ്പോൾ ഓക്കെ. സുനേട്ടൻ എന്താ കഴിക്കണേ? ഞാൻ വെള്ളയപ്പം ഇപ്പം പല്ല് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് പുട്ട് കഴിക്കും. അതുകൊണ്ടാവും വെള്ളയപ്പം. അയ്യോ, ചപ്പാത്തി കടലക്കറി മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഓംലേറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓംലേറ്റ് മലക്കപ്പാറ റൂട്ടിലാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞ സ്ഥലമാണ്, ഒരു ഇരുമ്പ് പാലമാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ പണിതാണെന്നാണ് അറിവ്. ഇപ്പോഴും നല്ല ബലത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല റോഡൊക്കെ തന്നെയാണ്. ഞങ്ങളിപ്പോൾ കാട്ടിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പാലാരിവട്ടം പാലല്ലാന്ന് പ്രത്യേകം പറയും. ബ്രിട്ടീഷുകാരുടെ പാലാണ്. ബ്രിട്ടീഷുകാരുടെ കൺസ്ട്രക്ഷൻസ് ഒക്കെയാണ് ഇവിടെ കൂടുതലും. വേറെ നമ്മളായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആതിരപ്പള്ളിയുടെ ഒരു ഹൈഡ്രോ പ്രൊജക്ട് കൊണ്ടുവരുന്നുണ്ടാണല്ലേ, അതിനെ കുറിച്ച് എന്താ ഇപ്പോൾ? അതെന്തോ പരിസ്ഥിതി ലോല പ്രദേശം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നിർത്തലുണ്ടായി. നിർത്തിയിട്ടുണ്ടല്ലേ, തൽക്കാലം സ്റ്റേ ഓർഡർ വാങ്ങിച്ചിട്ടുണ്ടോ? ഭാവിയിൽ വരും. പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ വനനശീകരണമാണല്ലേ. ഒരു കണക്കിന് പോയി കഴിഞ്ഞാൽ ഇത്രയും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമല്ലേ, നമുക്കത് മിസ്സാവില്ലേ? അവിടെ അങ്ങനെ സംഭവം വരികയാണെങ്കിൽ കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ പോലുള്ള ആൾക്കാർക്ക്, പ്രകൃതി സ്നേഹികൾക്ക്, ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതൊരു നഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആസ്വദിക്കുന്നത് എന്താ? ഇതിൽ കൂടുതൽ ഈ ഡ്രൈവല്ലേ. ഇവിടെ ഒരു കാഴ്ച കാണാനെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല, ഇറങ്ങി നിന്നിട്ട് കാണാനുള്ളതല്ല. പക്ഷേ ഈ കാട്ടിൻ്റെ നടുക്കൂടെ, അത് ഇത്രയും വീതി കുറഞ്ഞ റോഡ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ വന്യത എല്ലാം ഫീൽ ചെയ്യാൻ പറ്റും. ഓരോ സ്ഥലത്ത് ഓരോ ഭംഗിയാണ്. കാടിനെ കുറിച്ചിട്ട് എന്താ പറയാ? കാടിനെ കുറിച്ച്, കാടിൻ്റെ പല വിധഭാവങ്ങളുണ്ട്. വശ്യത, വന്യത, ധീരത, അങ്ങനെ പലതുണ്ട്. അത് പലതും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ഈ വഴിക്ക്. പിന്നെ ആ കിളികളുടെ ശബ്ദം ഉണ്ടല്ലോ, കളകളാരവം എന്നുള്ളത്, അത് കേട്ട് വെറുതെ സൈലന്റ് ആയിട്ട് പോകാൻ എന്ത് രസമാണ്. അപ്പോൾ പാട്ടൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ പതുക്കെ പോവാം. ഒരു 30-40 നമ്മൾ ഡ്രൈവ് ചെയ്യണം. അല്ലാണ്ട് ഇവിടെ ഓവർ സ്പീഡോ, നമുക്ക് ഹോൺ അടിക്കാൻ തോന്നില്ല, മനസ്സ് വരില്ല അല്ലേ? പക്ഷെ കാറുകളൊക്കെ നല്ല പടപടക്കുന്നുണ്ട്. കാറുകൾ അവർ പോട്ടെ, അവർ ഇതിനു വേണ്ടി വന്നായിരിക്കില്ല, എന്തെങ്കിലും ആസ്വദിക്കാൻ വേണ്ടി വന്നവരാവില്ല. എല്ലാവരും കടന്നു പോക്കോട്ടെ, നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് പോകാം. പിന്നെ ഇവിടെ ബുള്ളറ്റുകളൊന്നും കടത്തി വിടുന്നില്ല. നല്ലൊരു തീരുമാനമാണ്. ബുള്ളറ്റ് പ്രത്യേകിച്ച് സൈലൻസർ എടുത്ത് മാറ്റിയത്. ബുള്ളറ്റുകൾ എന്ന് പറഞ്ഞാൽ സൈലൻസർ എടുത്ത് മാറ്റിയ ബുള്ളറ്റുകൾ. അതെ, മറ്റേ സൗണ്ട് കുറഞ്ഞതുള്ള കടത്തി വിടുന്നുണ്ട്. പിന്നെ പഴയ യമഹ ഇല്ല. പിന്നെ എന്തൊക്കെയാ റെസ്ട്രിക്ഷൻസ് ഉണ്ടായില്ലേ, അത് നല്ല കാര്യമാണ്. കാരണം ഭയങ്കര അരോചകമാണ്, നമുക്ക് തന്നെ ഫീൽ ചെയ്തില്ലേ, അത്രയും സൈലൻസ് ആണ് ഇവിടെ.
ഡാമിൻ്റെ ഒരു ജലസേചന പദ്ധതിയുടെ ഒരു ഓഫീസൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടു. അതിൻ്റെ കൂടുതൽ ഈ പ്രദേശത്താണ് അത് വ്യാപിച്ച് കിടക്കുന്നത്. ഇനിയും അതിൻ്റെ ഭാഗങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അത് കവർ ചെയ്യാം. സുനേട്ടാ, ഇത്രയും നല്ല കാടുകളും സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ മലയാളികൾ ഈ പ്ലാസ്റ്റിക്കുകളും ഇതൊക്കെ ഇട്ടിട്ട് ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വനം കയ്യേറിയിട്ടും അത് മരങ്ങൾ വെട്ടിയിട്ടും. വനം കയ്യേറുന്നതും മരങ്ങൾ വെട്ടുന്നതും ഒരു എന്താ പറയുക, അർബൻ ഗ്രേഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ ഫെസിലിറ്റീസ്, കൂടുതൽ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ വരുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ്. അത് പോട്ടെ, നമുക്ക് ഒരു സമയം ഒരു പരിധി വരെ ഓക്കെ എന്ന് പറയാം. കാരണം നഗരങ്ങളിലൊക്കെ ഇപ്പം അങ്ങനെയാണല്ലോ. പക്ഷെ ഈ ഉള്ള കാടിനെ സംരക്ഷിക്കാൻ അത് നമ്മൾ ശ്രമിക്കണം. കാരണം പ്രത്യേകിച്ച് ഈ ഭാഗത്ത് തന്നെ ഒരുപാട് മലിനീകരണം നമുക്ക് കാണാൻ കഴിയും. പ്ലാസ്റ്റിക് കുപ്പികൾ അതൊക്കെ എല്ലാം എറിഞ്ഞിട്ട് ഈ ആനകൾ, മറ്റു വന്യജീവികളൊക്കെ ഇതിലൂടെ പാസ് ചെയ്യണം, നടക്കുന്നത് നമുക്ക് ഈ വഴി തന്നെ കാണാം. ഒരുപാട് ആനകളൊക്കെ പാസ് ചെയ്തിട്ടുണ്ട്. വഴിയിൽ അങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവരുടെ കാലിലൊക്കെ തറച്ച് കഴിഞ്ഞാൽ വളരെ എന്ത് വേദനാജനകമായിരിക്കും. അത് നോക്കാൻ പോലും ആളില്ല. നമുക്ക് എന്തെങ്കിലും കാലിന് മുകളിലൊക്കെ പറ്റി നമ്മളപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് കൊടുക്കും. ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അപ്പം അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മൾ അങ്ങനൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. കാടിനെ കുറിച്ചൊരു കവിത പാടിയ വേറെ എനിക്കറിയില്ല. മനുഷ്യനാദ്യം പിറന്ന വീട്. ആധികാരികമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ടോ? അതെ അതെ, ചെറിയ സംഗതികളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെന്നല്ലാതെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഹായ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ വാൽവ് ഹൗസിലാണ്. ഈ കാണുന്നതാണ് വാൽവ് ഹൗസ്. വാൽവ് ഹൗസിൽ നിന്നാൽ ഇതിൻ്റെ മേലെയാണ് ഷോളയാർ ഡാം. ഷോളയാർ ഡാമിൽ നിന്നുള്ള വെള്ളം, അതായത് ഈ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി നേരെ താഴേക്ക് പോകുന്നു. അവിടെ ഷോളയാർ പവർ ഹൗസ് ഉണ്ട്. പവർ ഹൗസിലേക്ക് പോകുന്നു. ആ പവർ ഹൗസ് ചെന്നിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നിട്ട് ബാലൻസ് ഉള്ള വെള്ളം നമ്മുടെ ചാലക്കുടി പുഴയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങ് അപ്പുറത്ത് കാണുന്നതാണ് ഷോളയാർ പവർ സ്റ്റേഷൻ. ഈ പൈപ്പുകൾ ഇത്രയും ഗ്രാവിറ്റിയിൽ ഇത്രയും ഹയർ സൈഡിൽ നിന്ന് വന്നിട്ട് അതിലേക്ക് വരുന്നു. ടർബൈൻ കറക്കുന്നു, നമ്മൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. ബാലൻസ് ഉള്ള വെള്ളം പുഴയിലേക്ക് പോകുന്നു. ഇതിൻ്റെ ഈ വാൽവ്, അതായത് വെള്ളത്തിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന വാൽവുകളാണ് ഇതിനകത്തുള്ളത്. നമ്മളതിന് കയറാനുള്ള പെർമിഷൻ ചോദിച്ചു, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷേ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സിസ്റ്റം. അതിനകത്ത് ഇവിടുന്ന് കൺട്രോൾ ചെയ്യും. അവിടുത്തെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഇവിടുന്ന് കൺട്രോൾ ചെയ്യും. ഏകദേശം 4 കിലോമീറ്റർ മേലെയാണ് ഷോളയാർ ഡാം. അപ്പോൾ അത്രയും ഹൈറ്റ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അത്രയും ഹൈറ്റിൽ നിന്ന് താഴേക്കാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ക്രെയിൻ ഉണ്ടല്ലോ, ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ പെൻസ്ട്രോക്ക് പൈപ്പുകളുടെ ഇൻസ്റ്റാളേഷൻ്റെ സമയത്ത് പെൻസ്ട്രോക്ക് പൈപ്പുകളുടെ ലോഡിങ്ങിനും അൺലോഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ക്രെയിനാണ് ഇത്. കണ്ടോ, ഒരു കിടുക്കാച്ച് വ്യൂ ആണ് അവിടെ കാണുന്നത്. നമ്മുടെ ഷോളയാർ ഡാമിൻ്റെ വ്യൂ, അപ്പർ ഷോളയാർ ഡാമിൻ്റെ വ്യൂ. ഷോളയാർ ഡാം റിസർവോയർ. നേരത്തെ നമ്മൾ താഴ്ന്ന് കണ്ടില്ലേ ഒരു പൈപ്പ് ലൈൻ, അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര വ്യൂ ആണ്. ഞങ്ങൾക്ക് ഈ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യുന്ന കാരണം ലോങ് വ്യൂ ഒന്നും അത്ര എടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം, നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ മൊബൈലിലൊക്കെ ഇട്ട് ട്രൈ ചെയ്യാം. എന്നിരുന്നാലും ഇവിടുന്ന് കാണുമ്പോഴല്ലോ അസാധ്യ ഫീലിംഗ് ആണ്, ഒന്നും പറയാനില്ല. മനോഹരം. ജസ്റ്റ് ഇപ്പോൾ വീണതെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, അത് ഇനി ആന വല്ലതും മറച്ചിട്ടാണെന്നും അറിയില്ല. മരം പൊട്ടി വീണ് ആ പോസ്റ്റൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഇലക്ട്രിക് ലൈനൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമ്മളതിൻ്റെ മേലെയാണ് പോണത്. സുരേട്ടാ, ലൈൻ കമ്പി നോക്ക്, ലൈൻ കമ്പി നോക്ക്, ലൈൻ കമ്പി സൈഡിൽ ലൈൻ കമ്പി. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ അത് പൊട്ടി വീണ് കിടക്കണ്ട പോസ്റ്റെല്ലാം. ഇതേ ഞങ്ങളിപ്പോൾ ഇവിടെ ആനയുടെ പിണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പാസ് ചെയ്താണോ എന്നറിയില്ല. എന്നാലും നോക്കാം.
മലക്കപ്പാറ ചെക്ക് പോസ്റ്റിന്റെ അവിടേക്ക് എത്താനായിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് നിർത്തിയിട്ട് നമ്മളുടെ ഈ പാസ് ചോദിക്കില്ല എന്നാണ്. ഈ പാസ് അല്ല, ഇത് നമ്മുടെ ഫോറസ്റ്റിൽ നിന്ന് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും നമ്മൾ കയറി. അപ്പോൾ ഒരു ഇൻ അടിച്ചിട്ടൊരു സ്ലിപ്പ് തന്നിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തന്നിരുന്നു. നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറുമ്പോൾ അതിവിടെ നമ്മൾ എക്സിറ്റ് അടിക്കണം, ഇവിടെ കൊടുത്ത് എക്സിറ്റ് അടിക്കണം. അതോ ആ സ്ലിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ അതിനകത്ത് ഫൈൻ ഉണ്ട്, എത്ര സംഖ്യ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പുറത്ത്. അതുപോലെ അതിലൊരു ടൈമും കൊടുത്തിട്ടുണ്ട്, ഇത്ര ടൈമിനകത്ത് കൂടെ എക്സിറ്റ് അടിക്കണം. അതായത് നമ്മൾ കാട്ടിൽ നിൽക്കുന്നില്ല, കാട്ടിൽ പാർക്ക് ചെയ്തിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ടൈമൊക്കെ എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഇവിടെ കൊടുക്കാം. ഇതിപ്പോ കേരളം കഴിഞ്ഞല്ലേ? കേരളം കഴിഞ്ഞു. ഇതേതാ വണ്ടി എന്ന് ചോദിക്കും, എത്ര പേരുണ്ട് എവിടെ, ഇവിടെ എത്ര വണ്ടി, നമ്പർ, മോഡല് ഇവിടെ ചോദിച്ചു. ഏത് പ്രസ്സാണോ കറക്റ്റ് ആണോ ചോദിച്ചു. അതായത് വണ്ടി അവർക്ക് വണ്ടി എടുക്കാൻ ആഗ്രഹം കൊണ്ട് ചോദിച്ചാൽ അവിടുന്ന് കയറിയ വണ്ടി തന്നെയല്ലേ നമ്മളിവിടെ ഇറങ്ങണമെന്നില്ല. ഇതാ മലക്കപ്പാറ കഴിഞ്ഞ് വാൽപ്പാറയിലേക്കുള്ള വഴിമധ്യയാണ്. ഇവിടെ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ടീ ഫാക്ടറി ഉണ്ട് ആ സൈഡിൽ, ഒരുപാട് പഴയ ഫാക്ടറി എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ പേര്. ഇവിടെ ഒരുപാട് ടീ ഫാക്ടറികളുണ്ട്. പിന്നെ വേറെ ഇവിടുത്തെ പ്രധാന കൃഷി എന്താണ്, പച്ചക്കറികളെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ തമിഴ്നാടിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് ഓഴ്ന്നിറങ്ങുകയാണ്. അത് ഞങ്ങൾ എത്തിയിരിക്കുന്നു ഗൈസ് തമിഴ്നാട്ടിലേക്ക്. വെൽക്കം ടു തമിഴ്നാട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷോളയാർ ഡാമിൻ്റെ ഷട്ടറിന് താഴെയാണ്. ഇവിടെ ഇപ്പോൾ ഷട്ടറെല്ലാം ക്ലോസ്ഡ് ആണ്. ഈ ഷോളയാർ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1965 ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. 1965 ബിൽഡ് ചെയ്ത ഈ ഡാമിന് ഏകദേശം 66 മീറ്റർ ഹൈറ്റ്, 430 മീറ്റർ നീളം, പിന്നെ ഇതിൻ്റെ കപ്പാസിറ്റി ഏകദേശം 153 മില്യൺ ക്യൂബിക് മീറ്ററാണ് ഇതിന് വഹിക്കാൻ ഉള്ള മാക്സിമം കപ്പാസിറ്റി. പക്ഷേ ഇതിൽ ഉൾക്കൊള്ളാവുന്ന ഇപ്പോഴത്തെ ജലനിരപ്പ് എനിക്ക് തോന്നുന്നു 150 മില്യൺ ക്യൂബിക് മീറ്റർ മറ്റാണ് ഇപ്പോൾ അവർ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാക്സിമം കപ്പാസിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഏകദേശം വാൽപ്പാറയിൽ നിന്നൊരു 10-12 കിലോമീറ്റർ മാറിയും ചാലക്കുടിയിൽ നിന്ന് 60 കിലോമീറ്റർ മാറിയിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഷട്ടറെല്ലാം ക്ലോസ് ആയതുകൊണ്ട് ഇവിടെ വെള്ളമൊന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ മഴക്കാലത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ജലനിരപ്പ് ഉയരും. അപ്പോൾ ഇവിടെ നല്ല വെള്ളത്തിന് ഫ്ലോ ഒക്കെ ഉണ്ടാവും. നല്ലൊരു സീനായിരിക്കും തോന്നുന്നു. നമ്മളിപ്പോൾ തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്തു കുറച്ച് മുന്നേ. പക്ഷെ അവിടെ ഞങ്ങളുടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യേ, അവിടെ ആരുമില്ല. നമ്മുടെ വണ്ടി പ്രൈവറ്റ് വണ്ടിയാണ് അല്ല. എന്നിരുന്നാലും ഈ കോവിഡിന്റെ സമയത്ത് സാധാരണ എല്ലാ സ്ഥലത്തും എല്ലാ സംസ്ഥാന ബോർഡറുകളിലും ചെക്കിംഗ് ഉണ്ട്. ഇപ്പം ഓക്കെ, നമ്മുടെ കേരള ചെക്ക് പോസ്റ്റിൽ അവർ നമ്മളുടെ പേരും അഡ്രസ്സും എല്ലാം എഴുതിയെടുത്തു, ഫോൺ നമ്പർ എല്ലാം ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും എഴുതിയെടുത്തു. പക്ഷെ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഞങ്ങൾ തമിഴ്നാടിന്റെ ഇ പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആരും ചോദിക്കുക, നമ്മൾ ഈവൻ തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആയിരുന്നു, അവിടെ ആരും കണ്ടില്ല. ഞങ്ങൾ ജസ്റ്റ് വണ്ടി ഓടിച്ച് പോരുണ്ടായിട്ടുള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായിരിക്കും അതിന് കാരണം? എന്താ കാരണം എന്നറിയില്ല. ഇനിയിപ്പോ നമുക്ക് എന്താന്ന് വെച്ചാല് വേറൊരു കാര്യം എനിക്ക് ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ചെല്ലുന്നത് ആളിയാർ ഡാമിന്റെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ചിലപ്പോൾ ചോദിക്കുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് കയ്യിൽ പാസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അവിടെ ചോദിച്ചാലും നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഷോളയാർ ഡാമിന്റെ മുകളിലാണ്
ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഗേറ്റ് ഒന്നും ഓപ്പൺ അല്ല, ഗേറ്റ് ഒക്കെ ക്ലോസ്ഡ് ആണ്. എന്താ സംഭവം എന്നറിയില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് എൻ്റർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇതാണ് ഷോളയാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വറ്റി കിടക്കുകയാണ്. വെള്ളമൊന്നും തന്നെ ഇല്ല, തീരെ വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ പിള്ളേർ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഷോളയാർ ഡാമൊക്കെ കണ്ടു. ഷോളയാർ ഡാമൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഫുഡ് അടിക്കാനുള്ള പരിപാടിയിലാണ് അല്ലേ? ഫുഡ് അടിക്കാൻ പോലെ നേരെ വാൽപ്പാറ ടൗണിലേക്ക് പോവാം. ഈ റൂട്ട് തന്നെ അല്ലേ? അതെ അതെ, നമ്മള് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പോവാം. വാൽപ്പാറ ടൗണിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടുണ്ട്, മാലിന്യാതെ ചൂടുണ്ട്. കാരണം ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരി മാസം 20-ാം തീയതി ആയിട്ടുള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ട്. അങ്ങനെ അപ്പോൾ ഫുഡ് അടിക്കാം. അപ്പോൾ നമ്മൾ വാൽപ്പാറ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് അല്ലേ? വാൽപ്പാറ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഫുഡ് അടിക്കണം. വണ്ടി പാർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹോട്ടലിന് മുന്നിലൊന്നും പാർക്കിംഗ് അവൈലബിൾ അല്ല. ഭയങ്കര കൺജസ്റ്റഡ് ആണ്. കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ തന്നെ നാട്ടില് 2 സൈഡും ഫുൾ വാഹനങ്ങൾ പാർക്ക് ചെയ്തു. റോഡിലോട്ട് സ്ഥലമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഫ്രഷ് മീനൊക്കെ ഉണ്ടല്ലോ. ഡാം മീനാണ് ഇവിടെ മെയിനായിട്ട്. കുയിൽ മീനൊക്കെയാണ് കിട്ടുന്നത്, ഡാമിലെ മീൻ. വാൽപ്പാറ സെൻറ്ററിൽ നോക്കുമ്പോഴേ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് യാതൊരുവിധ സ്ഥലവും ഇല്ല അവിടെ. ലാസ്റ്റ് ഇവിടെ കണ്ടിട്ടുള്ളത് ഈ ചർച്ചിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തു. ഇനി എവിടെ നമ്മൾ കഴിക്കാൻ പോകുന്ന സ്ഥലം എന്താ പറഞ്ഞാൽ? ശ്രീലക്ഷ്മി മെസ്, ചെട്ടിനാട് മെസ്. സുരേട്ട ഇവിടെ നാട്ടിൽ ഇവിടെ നല്ല കൊറോണ ഒക്കെ ഉള്ളത് ഇവിടെ അറിഞ്ഞിട്ടില്ല പോകുന്നുണ്ട്. കൊറോണ പോട്ടെ, ഇവിടെ പ്രേം നസീർ മരിച്ചെന്ന് അറിഞ്ഞിട്ടില്ല പോകുന്നുണ്ട്. അമ്മാതിരി സ്ഥലം. ഇതാണ് നമ്മുടെ ബിരിയാണി, തമിഴ്നാട് സ്റ്റൈൽ. ഈ കണ്ടിട്ട് മറ്റേ ചെട്ടിനാട് സ്റ്റൈൽ പോലെയൊക്കെ തോന്നുന്നുണ്ട്. കഴിച്ച് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മളൊരു പെപ്പർ ചിക്കനും പറഞ്ഞിട്ടുണ്ട്, ഒരു 65 പറഞ്ഞിട്ടുണ്ട്. പെപ്പർ ചിക്കൻ ഇവിടുത്തെ ചെട്ടിനാട് സ്പെഷ്യലാണ് അത്ര. എന്തായാലും നമുക്ക് ട്രൈ നോക്കാം. മുട്ട കണ്ടല്ലോ. മുട്ടോടെ മുട്ടേൻ്റെ മാറ്റിക്കാതെ കാലോടെ ചിക്കൻ ലെഗ് പീസ് കുഴപ്പമില്ല. കാണാനൊക്കെ നന്നായിട്ടുണ്ട്. കഴിച്ചു കിട്ടുമോ? ഇങ്ങനെയുണ്ട്. അടിപൊളിയാ. വെറൈറ്റി ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കനും ചിക്കൻ 65 വന്നിരിക്കണം. പെപ്പർ ചിക്കൻ ഇവിടുത്തെ സ്പെഷ്യലാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പെപ്പർ ചിക്കൻ്റെ ടേസ്റ്റ് ആണ് നോക്കിയോ. എരിവ് കുറവാണ്, പക്ഷെ കുഴപ്പമില്ല, അടിപൊളിയാണ്. ഞാനൊരു 65-ൻ്റെ ഒരു പീസ് നോക്കി. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് കുറേ നേരം വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. അടിപൊളിയാണ്, ടേസ്റ്റ് ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് വണ്ടി എടുത്തു ഇവിടെയാണ്. ഇനി എവിടേക്കാ? ഇനി നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ കാഴ്ചകൾ. ആളിയാറല്ലേ? ആളിയാർ പോകാം. ശരിക്കും ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പക്ഷേ കൊറോണ എന്നുള്ള സാധനം ലോകത്തിലുള്ള കാര്യം ഇവിടുത്തെ ആർക്കും അറിയില്ല തോന്നുന്നുണ്ട്. ഞങ്ങൾ വലിയ റിസ്ക് എടുക്കണില്ല എന്ന് വെച്ചാൽ ഒറ്റ ഒരാൾ പോലും മാസ്ക് ഇട്ടിട്ടില്ല അവിടെ. വളരെ കുറവാണ്. അപ്പോൾ അത് കണ്ടോ, നല്ലൊരു മാർക്കറ്റ് ഉണ്ട് അവിടെ. നല്ലൊരു മാർക്കറ്റ് ഉണ്ട് ഇവിടെ. പക്ഷെ പൂക്കട, പച്ചക്കറി, എല്ലാ ഐറ്റംസ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരുപാട് മാർക്കറ്റ് ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടേക്ക് കയറാൻ ചെറിയൊരു ടൗൺ, പക്ഷെ നല്ല ക്രൗഡഡ് ആണല്ലേ? അതെ.
നമ്മള് വാൽപ്പാറയിൽ നിന്ന് ബിരിയാണിയൊക്കെ അടിച്ച് വീണ്ടും വണ്ടിയൊക്കെ എടുത്ത് നമ്മുടെ നിങ്ങളെന്താണ് ഉറക്കം തൂങ്ങിയിരിക്കണത്? ഫുഡ് അടിച്ചിട്ട് ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കാവില്ലേ? അല്ല, ഞാൻ ആ ഫുഡിന്റെ അതിങ്ങനെ ഓർത്തിരിക്കുക. നല്ല ടേസ്റ്റ് ഫുഡായിരുന്നു കേട്ടോ, പറയാതെ വയ്യ. അല്ല, ഞാനാണ് ഇവരെ ഇവിടെ കൊണ്ട് കയറ്റിയെന്ന് കൊണ്ട് പറയല്ല. പുട്ടായിരുന്നോ? ബിരിയാണി ആയിരുന്നില്ലേ? അല്ല, തള്ളിയതല്ല, പേടിക്കണ്ട. തള്ളിയതല്ല, കാര്യം ഫുഡ് സൂപ്പർ കേട്ടോ. അതെ, ഒരു രക്ഷയില്ല, ഒരു കാർഡ് ഒന്നും പറയാനില്ല. അല്ലേ ലക്ഷ്മണ? ഇനിയിപ്പോ ഒരു ഉറക്കം മസ്റ്റാണ്. ലക്ഷ്മി ഇന്നലെ അവരുടെ സന്തോഷം വന്നപ്പോ ഉറങ്ങണം. നേരത്തെ കണ്ടില്ല ആ കാട്ടിൽ കൂടെ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ ഒറ്റ ഉറക്കം ഉറങ്ങിയ. കണ്ടോ, അടുത്ത പ്ലേസിൽ എടുത്തിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഞങ്ങൾ ഇങ്ങനെയാണെങ്കിൽ താഴത്തിറങ്ങി പോക്ക് നടക്കില്ല എന്ന് തോന്നുന്നു. കാരണം ഓരോ 2 കിലോമീറ്റർ ഓടുമ്പോഴും ഇങ്ങനത്തെ സൈറ്റാണ്. നോക്കിയേ, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, അങ്ങോട്ട് നോക്കിയേ. ഇനി അത് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല, ഇത് ഇങ്ങോട്ട് നോക്കി, അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് നോക്കി, എവിടേക്കെങ്കിലും നോക്കും. എവിടെ നോക്കിയാലും അമ്മാതിരി കാഴ്ചകളാണ്. നമുക്ക് ഈ തേയിലത്തോട്ടത്തിന്റെ അകത്തേക്ക് ഒന്ന് കയറുക. ആരും തോട്ടക്കാരനൊന്നും കാണുന്നില്ല. ഫോട്ടോ എടുക്കുന്നുണ്ട്, നമുക്ക് എടുക്കാം. മൊത്തം കോട. 2 മണി ആയിട്ടില്ല, 1:45 സമയം ഉച്ചയ്ക്ക്. കണ്ട കോട മൊത്തമായിട്ട് ഉണ്ട്. അതിന് ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് തോന്നുന്നു കുറച്ച് മണി കഴിയുമ്പോഴേക്കും. ഒരു അസാധ്യ ആംബിയൻസ് ഇട്ടാ, ഒരു രക്ഷയില്ല. തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ നിന്ന് വണ്ടിയുടെ ഫോട്ടോ എടുക്കുന്ന ലേ ഡ്രൈവർ സുഖു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല, അല്ലേ നജു? അതെ, ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഇവിടെ നിൽക്കാനാ തോന്നുന്നു. പക്ഷെ എന്താ ചെയ്യാം, നമുക്ക് അടുത്ത ലക്ഷ്യമുണ്ട്. അടുത്ത് നമുക്ക് മറയൂർ എത്തണം എന്ന് വൈകിട്ടാകുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് മൂവ് ചെയ്യാം. ആളിയാർ ചുരത്തിന്റെ 40 ഹെയർപിൻ വളവുകളാണ് ആളിയാർ ചുരത്തിനുള്ളത്. അതായത് വാൽപ്പാറ ടു ആളിയാർ അല്ലേ, 40 ഹെയർപിൻ വളവുകളാണുള്ളത്. അത് 40 എണ്ണം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? 40 ഉള്ളത്, ഒരു ത്രില്ലില്ല. അങ്ങനെ ഞങ്ങള് ആളിയാറിലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ആളിയാർ കാണുന്നുണ്ട്. അപ്പോൾ അപ്രോച്ചിങ്. നമുക്ക് ആളിയാർ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. ആളിയാർ ഡാമിൻ്റെ ഏകദേശം ലെവലിലാണ് നിൽക്കുന്നത്. അതേ ഇത് കാണുന്നതാണ് ആളിയാർ ഡാം. അതാ കാണുന്നതാണ് അതിൻ്റെ ഷട്ടറുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അധികം വെള്ളമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ളൊരു കാഴ്ച കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തതാണ്. എന്താ ഇത്രയാണ് കാഴ്ച. കാണാൻ നല്ല രസമുണ്ട്. മലകളും സൈഡിലും മലകൾ, 2 സൈഡിലും മല, ഈ സൈഡിൽ കൂടെ റോഡ്. നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന്. എന്താ അപ്പോൾ ഞങ്ങളിനി ഡാമിൻ്റെ താഴ്വശത്തേക്കൊന്ന് പോകട്ടെ. അവിടെ ഒരു ഗാർഡനും സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ. അതിപ്പോൾ കൊറോണ ആയത് കാരണം ഓപ്പൺ ആണോ എന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. ഓക്കെ. എന്താ അതിൻ്റെ പേര് പറഞ്ഞത്? ஆனியன் போடலாங்களா? ஆனியன். റാഗിരിയും പിന്നെ കമ്പച്ചോളവും കൂടിയിട്ട് മിക്സ് ചെയ്തുള്ള സാധനം. ഈ ഇത് 2 3 സാധനം എനിക്ക് ടെസ്റ്റിംഗ് സെറ്റാണ്. അടുത്തായിട്ട് സഞ്ജു കമ്പം കൂൾ കഴിക്കാൻ പോകണം. എന്താ സാധനം എന്ന് അല്ലെന്ന് വയറ് മാറ്റി പിടിച്ചാൽ നമുക്ക് എടുക്കാം. എങ്ങനെയുണ്ട് എക്സ്പ്രഷൻ നോക്കാം. പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, മോരുണ്ട്. അതും തണുപ്പുണ്ടാവും. ഇതൊക്കെ അതിൻ്റെ കൂടെ കഴിക്കുന്ന സാധനങ്ങളാണെന്ന് പറയുന്നത്. മുളക് പയർ കൊണ്ടാട്ടം പോലെ ഉണ്ട്, മുളക് കൊണ്ടാട്ടം ഉണ്ട്, വേറെ സാധനം. നമ്മുടെ മോരും വെള്ളം സംഭാരം പോലെ
ഒരു സാധനം അല്ലേ? അതിനകത്ത് ഉള്ളി ഇട്ടിട്ടുണ്ട്, പച്ചമുളക്, ഉള്ളി, പിന്നെ എന്തൊരു സാധനം ഉണ്ട്, അതെന്താന്ന് റാഗി രാഗിപ്പൊടി അങ്ങനെ എന്തൊക്കെ സാധനം മിക്സ് എനിക്ക് എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല, തണുപ്പില്ല. സാധാരണ തണുപ്പുണ്ടാവും. എനിക്ക് വേണ്ടേ? ആളിയാർ ഡാമിൽ കുയിൽ മീൻ കഴിക്കണം എന്നാണ് സാധാരണ ഒരു പഴമൊഴി. ശാസ്ത്രം. അതെ, ശാസ്ത്രം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ല. കാരണം സാധാരണ ഇവിടെ വരുമ്പോൾ ഒരുപാടുണ്ടാവും, കാരണം കസ്റ്റമേഴ്സ് ഒരുപാടുണ്ടാവും, അപ്പോൾ ഒരുപാട് കാണാറുണ്ട്. പക്ഷേ ഇത്തവണ വന്നപ്പോൾ വളരെ കുറച്ച് കാണുന്നുള്ളൂ, അതും ഫ്രഷായിട്ട് തോന്നുന്നില്ല. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ കുയിൽ മീനാണ്. ഇവിടെ കിട്ടുന്ന ഒരു സാധനം കുയിൽ മീൻ, ഡാമിലെ മീനാണ്. ഒരുപാട് മുള്ളൊക്കെ അല്ല, പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രഷായിട്ട് കഴിക്കുമ്പോൾ. നമുക്ക് ഇവിടെ ചോദിച്ചപ്പോൾ അതൊന്നും അവൈലബിൾ അല്ല. കുയിലുണ്ടെന്ന് പറയുന്നുണ്ട്, പിന്നെ അത് പാര, പിന്നെ അത് നമ്മുടെ വാള പോലത്തെ ഒരു മീൻ കാണുന്നുണ്ട്, പിന്നെയൊക്കെ നമ്മുടെ ഈ സീ ഫുഡാണ്, അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വിൽക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ കഴിക്കുന്നില്ല, നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. വാഹനങ്ങളുടെ പോകുന്നതുകൊണ്ട് കുറച്ച് സൗണ്ടിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒടുവിലൂടെ ആളിയാർ ഡാമിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ആളിയാർ ഡാം. ഇത്രയും നേരം നമ്മൾ ഒരു 40 ഹെയർ പിൻ വളവുകളുള്ള വലിയൊരു ചുരമൊക്കെ ഇറങ്ങിയിട്ട്, ആളിയാർ ചുരമൊക്കെ ഇറങ്ങിയിട്ട് നമ്മളിപ്പം ആളിയാർ ഡാമിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ആളുകാർക്ക് ഈ വഴി തന്നെ ഒരു വട്ടം ട്രൈ ചെയ്തോ. അടിപൊളി വഴി, ഒരു രക്ഷയില്ലാത്ത വഴി, സൂപ്പർ വഴി. ആർക്കും മടുപ്പ് എന്ന് പറയുന്നുണ്ടോ? മടുപ്പ് എന്ന് പോട്ടെ, നമുക്ക് വീണ്ടും വീണ്ടും വരാൻ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നത് തിരിച്ച്. ഇനി ഇവിടെ വന്നവരെല്ലാവരും പറഞ്ഞും വരണമെന്നല്ല. അതെ, അങ്ങനത്തെ ഒരു വഴിയാണ്, ഭയങ്കര വശ്യ മനോഹാരിത ഉള്ളൊരു വഴിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇത് തീർന്നിട്ടില്ല, നമ്മൾ ഈ യാത്ര തുടരുകയാണ്. പക്ഷേ വീഡിയോൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ഒരുപാടായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ചൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഈ വീഡിയോ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. എവിടേക്ക്? മറയൂർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതുവരെ സ്റ്റേ ട്യൂൺ.